അവൻ്റെ ഒച്ച മതി, ഏത് സോങ് ബെറ്റർ ആക്കാം, അവൻ്റെ വോയിസ് മതി. ഇത്തിരി രസമല്ലേ. എനിക്കറിയത്തില്ല ഇനി ഈ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ഇവനെ കാട്ടി ബെറ്റർ സൗണ്ടിങ് ആർട്ടിസ്റ്റ് മെയിൽ ആർട്ടിസ്റ്റ് ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. ഇവനെ കാട്ടി ബെറ്റർ മെയിൽ സൗണ്ടിങ് ആർട്ടിസ്റ്റ് ഉണ്ടോ എന്ന്. സോ ഗൈസ്, ഇന്ന് നമ്മൾ ബ്രാൻഡ് റിയാക്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഇപ്പൊ 9:30 ആകാറായി. സോ ഇന്ന് രാവിലെ ഞാൻ കുളിച്ച് എഴുന്നേറ്റ് പല്ലേച്ച് കുളിച്ച് ഒരുങ്ങി ഒരു പാട്ട് റിയാക്ഷൻ ചെയ്യാൻ വന്നിരിക്കുകയാണ്. സോ ഇത്രയൊക്കെ ഒരുങ്ങി വരണമെങ്കിൽ ഒബ്വിയസ്ലി ഒരു പ്രീമിയർ ആയിരിക്കും 9:30 എഴുന്നേറ്റ് ചെയ്യണമെങ്കിൽ. സോ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റിൻ ബീബർ, സ്ക്രില്ലെക്സ്, ഡോണ്ട് ഡെലിവർ ഒരു പാട്ടാണ്. ഇവർ പുതിയായിട്ട് ഇപ്പോൾ ഇറങ്ങുന്നേ ഉള്ളൂ. സോ പ്രീമിയർ ഇപ്പോൾ ആകും. സോ ഞങ്ങൾക്ക് കുറച്ച് സെക്കൻഡ്സ് കൊണ്ടുള്ളൂ. അതിന് പെട്ടെന്ന് എനിക്ക് പറഞ്ഞ് പ്ലേ ചെയ്യേണ്ടതാണ്. സോ അറിയാലോ, ഡോണ്ട് ഡെലിവർ എന്ന് പറയുമ്പം വേണമെങ്കിൽ ചെറിയ ക്ലിപ്പ് കാണിക്കാം പാട്ടിന്റെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അതും പിന്നെ ജസ്റ്റിൻ ബീബർ അറിയാലോ, ഗോട്ട് ഹിംസെൽഫ്, മ്യൂസിക് സ്ക്രില്ലെക്സ്, പ്രൊഡക്ഷൻ സൈഡിൽ ഗോട്ട് ഹിംസെൽഫ്. സോ ഇവരെല്ലാം കൂടെ ചേർന്ന സോങ് ആണെങ്കിൽ ഇതിന്റെ ആ ട്രെയിലർ കണ്ടു ഞാൻ എനിക്കൊന്ന് ഒരു 100 വട്ടം ഫസ്റ്റ് ഇരുന്ന് കണ്ടു. ഞാൻ സ്റ്റാറ്റസ് ഇട്ട് ഞാൻ തന്നെ ഒരു 100 വട്ടം കണ്ടിട്ടുണ്ട്. കാരണം ആ ഒരു ഭാവം എന്ത് രസമാണ് കേൾക്കാൻ. സോ ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആണ്. സോ നമുക്ക് അധികം ഡീലില്ലാതെ റിയാക്ഷൻ ഇപ്പൊ തുടങ്ങാറായി. സോ ഇനി സമയമില്ല. 9, 8, 7, 6, 5, 4. Let's go. അവന്റെ ഒച്ച മതി, ഏത് സോങ് ബെറ്റർ ആക്കാം, അവന്റെ വോയിസ് മതി. ഇത്തിരി രസമല്ലേ. എനിക്കറിയത്തില്ല ഇനി ഈ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ഇവനെ കാട്ടി ബെറ്റർ സൗണ്ടിങ് ആർട്ടിസ്റ്റ് മെയിൽ ആർട്ടിസ്റ്റ് ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. ഇവനെ കാട്ടി ബെറ്റർ മെയിൽ സൗണ്ടിങ് ആർട്ടിസ്റ്റ് ഉണ്ടോ എന്ന്. എന്ത് രസം സ്റ്റാർട്ട് ചെയ്താലും അവന്റെ ഫോൾസ് വരോ, അവന്റെ ഫോൾസ് വരോ ഒരു രക്ഷയില്ല ഫോൾസ് ആയിരിക്കും. എനിക്ക് പറഞ്ഞോണ്ടിരിക്കുന്നേ ഉള്ളു ആക്ച്വലി ഓരോ കാര്യങ്ങൾ ഈ ബെറ്റർ ആയിട്ട്. പക്ഷെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഫോൾസ് ഒരു എന്ത് രസമായിട്ടാണ് കേൾക്കുന്നത്. ജസ്റ്റിൻ ബീബർ ഒരു റാപ്പ് പാട്ട് സോങ് കേട്ടിട്ട് കുറെ റാപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഹിപ്പ് ഹോപ്പ് R&B ടൈപ്പാണ് ഇപ്പൊ പോകുന്നത്. ഞാൻ ഇങ്ങനത്തെ ഒരു ജസ്റ്റിൻ ബീബർ സോങ് കേട്ട് കുറെ ആക്ച്വലി സത്യം പറഞ്ഞാൽ എന്ത് രസമാണ് കേൾക്കാൻ. അവനത് ഡേഞ്ചറസ്, ആ ഡേഞ്ചറസ് എന്ന് പറഞ്ഞതിന് കേൾക്കാൻ എന്ത് രസമാണ് ജസ്റ്റിൻ ബീബർ പറഞ്ഞു കേൾക്കാൻ. എൻ്റെ മോനെ പൊളി. എനിക്കത് ഭയങ്കര എക്സൈറ്റ്മെന്റായിട്ട് ഇരിക്കുക ആക്ച്വലി. അതായിരിക്കും നിങ്ങൾക്ക് മേ ബി ഞാൻ ഇച്ചിരി ഓവർ ഹൈപ്ഡ് ആയിരിക്കാം. ഒന്നും കണ്ടില്ല, എക്സൈറ്റ്മെന്റ് കൊണ്ട് മാത്രമാണ്. മേ ബി ഈ വീഡിയോ ആണെന്ന് എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 10 to 11 years ആയിട്ട് ജസ്റ്റ് മൈ ഫാനായി. അതുകൊണ്ട് എനിക്ക് ഉണ്ടാവുന്ന ഹൈപ്പ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന അറിയത്തില്ല. അതുകൊണ്ട് കേട്ടത് വേറെ പ്രശ്നം ഓവർ ഹൈപ്പ് ആക്കുന്നില്ല ആക്ച്വലി.
ഇത് വോക്കൽസ് വേറെ ലെവൽ. ഡോൺ ടോളി ഒരു പക്ക വോക്കൽ ആർട്ടിസ്റ്റാണ്. ജസ്റ്റ് ഇവർ പറയണ്ടല്ലോ വോക്കലിന്റെ കാര്യം. ഭയങ്കര സെഡ്യൂസിങ് പോലെ ഫീൽ ചെയ്യും ജസ്റ്റ് ഇവർ വോയിസ് പക്ക. എന്നാ പറയാ, ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ വോയിസ് ജസ്റ്റ് പറഞ്ഞത് ഇല്ലാണ്ട് കൂടെ ഒരു സോങ് പ്രൊഡക്ഷൻ പറയാതിരിക്കാൻ മേലല്ലോ. ഞാൻ പറഞ്ഞില്ല ആ സ്റ്റാറ്റസ് ഇട്ട് കുറെ ആയിട്ട് കണ്ട അതിനെ എനിക്ക് ഫീൽ വെച്ചാൽ ആ ഭാഗമല്ലോ പ്രൊഡക്ഷൻ സൈഡ് പക്കയായിട്ട് പാട്ട്. സോ എന്തായാലും കുറച്ചും കൂടി ഉള്ളെന്ന് തോന്നും. സോങ് എന്തായാലും ബാക്കിയാണ്. So അതായിരുന്നു ജസ്റ്റിൻ ബീബർ സ്കില്ലൈസ് ഡോൺ ഡെലിവർ ഡോൺ ഗോ ഒഫീഷ്യൽ മ്യൂസിക് വീഡിയോ. ജസ്റ്റ് ഇവർ ട്രെഡ്സിൽ വന്നത് വേറെ ലെവൽ, ആ ലുക്ക് വേറെ ലെവൽ ലുക്കാണ്. പക്ഷെ മേ ബി കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടാകും, കാരണം ട്രെഡ്സിന്റെ മേലുള്ള ഇഷ്യൂസ് ഒക്കെ ഉള്ള. സോ ഓവറോൾ പക്ക മ്യൂസിക് വീഡിയോ. ശരിക്കും മ്യൂസിക് വീഡിയോ പക്ക ലിറ്റ് ആയിരുന്നു, അടിപൊളി മ്യൂസിക് വീഡിയോ ആയിരുന്നു. അതോടൊപ്പം തന്നെ ജസ്റ്റ് കോസ്റ്റ്യൂംസും അടിപൊളിയായിരുന്നു. ആ വീടിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ കാരണം പാട്ട് ശരിക്കും ഇതായി പോയതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഓവറോൾ പക്ക മ്യൂസിക് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. കാരണം എനിക്കൊന്നും നമ്മൾ ജസ്റ്റ് മറിച്ച് പോപ്പിലാണ് നിന്ന് കളിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വർഷമായിട്ടും ഈ ജസ്റ്റിസ് ഒക്കെ എടുത്ത് നോക്കിയാലും. സോ ഇച്ചിരി കൂടി വ്യത്യാസം തോന്നി. ഇച്ചിരി കൂടെ എന്തോ റാപ്സ്റ്റിൻ ജസ്റ്റ് എന്ന് പറയാറോ, ഞാൻ പറഞ്ഞു ബസ്റ്റിൻ ജസ്റ്റ് എന്ന് പറയും, ബസ്റ്റിൻ എന്നാണ് പറയുന്നത്. സോ ഒരു ബസ്റ്റിൻ മോഡൽ സോങ് ആയിരുന്നു. പക്ക എൻജോയ് ചെയ്യാൻ പറ്റിയ സോങ് ആണ്. പക്ക എന്തോ സ്കില്ലക്സിന്റെ പിന്നെ പറയാനായിരുന്നു, പ്രൊഡക്ഷൻ സൈഡ് എടുത്താലും പൊളി സാധനമായിരുന്നു, ശരിക്കും എൻജോയ് ചെയ്തു. സോ ഇതായിരുന്നു എൻ്റെ ചെറിയ റിയാക്ഷൻ. ഭയങ്കര ഹൈപ്പാണ്. എനിക്ക് ഇനി ഇപ്പോൾ വീട് കണ്ടിട്ട് വീട്ടിൽ ഞാൻ ഇനി 24/7 ഇത് തന്നെ കേൾക്കാൻ പോകുന്നത്. സോ ഇതായിരുന്നു നമ്മൾ ചെറിയ റിയാക്ഷൻ. ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ടതെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലുള്ള എനിക്കൊന്ന് കൂടുതലും K-pop ഫാൻസ് ആണെന്ന് തോന്നുന്നു. സോ അവർക്ക് വേണ്ടിയുള്ള വീഡിയോസ് എല്ലാം അപ്കമിങ് ആണ്. സോ അടുത്ത് ഞാൻ പ്ലാൻ ചെയ്യുന്നത് BTSന്റെ ഡയോണിസിസോ ആണെന്ന് തോന്നുന്നു. എനിക്കൊന്ന് അതാണ് ഏറ്റവും കൂടുതൽ കമന്റ്സിൽ വന്നിരിക്കും. കമന്റ്സിൽ ഏറ്റവും ലൈക്ക് കിട്ടുന്ന ആ ഒരു കമന്റ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. സോ അതായിരിക്കും അടുത്ത് നിങ്ങൾ വരാൻ പോകുന്ന വീഡിയോ. സോ see you guys next time. I get my weed from California, that's that shit. I took my chick up to the